നമസ്കാരം. കൊളസ്ട്രോൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇനിയും തിരിച്ചറിയണമെന്നും കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണെന്നും അത് അമേരിക്കക്കാർ പറയാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യക്കാർ എന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രൊഫസറും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ മുൻ മേധാവിയുമായ ഡോക്ടർ PK ശശിധരൻ. മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് കൊണ്ടല്ല കൊളസ്ട്രോളും ഹൃദ്രോഗവും ഉണ്ടാവുന്നതെന്നും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പോഷക ഗുണം മുട്ടയുടെ മഞ്ഞയിലാണെന്നും അതിനാൽ തന്നെ മുട്ട കഴിക്കുമ്പോൾ മഞ്ഞ ഒഴിവാക്കരുത് എന്നും ഡോക്ടർ പറയുന്നു. മാത്രമല്ല ശരിയായ ഭക്ഷണ രീതി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് രോഗങ്ങളെ ഒഴിവാക്കാനാകുമെന്ന് അടിവരയിട്ട് പറയുകയാണ് ഡോക്ടർ. ശരിയായ ഭക്ഷണ രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യഥാർത്ഥ രോഗമെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. മുട്ട, പാൽ, ഇറച്ചി ഇതൊന്നും കഴിച്ചിട്ടല്ല ഹൃദ്രോഗം ഉണ്ടാകുന്നത് ശരിയായ രീതിയിൽ സമീകൃത ആഹാരം കഴിക്കാത്തവർക്കാണ്. അതുകൂടാതെ അമിത ആഹാരവും വ്യായാമക്കുറവും ദുശ്ശീലങ്ങൾക്കും കാരണമാകുന്നു എന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി നോക്കാം. സമീകൃത ആഹാരം എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട 5 ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആഹാരമാണെന്നും ഡോക്ടർ പറയുന്നു. നമുക്ക് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജത്തിന് വേണ്ടി അരി, ഗോതമ്പ്, ചോളം, മുത്താറി അല്ലെങ്കിൽ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ചക്കപ്പുഴുക്ക് ഇവയിൽ ഏതും കഴിക്കാം. വിലയും ലഭ്യതയും നോക്കുന്നതോടൊപ്പം തന്നെ മാംസ്യത്തിന് വേണ്ടി അതായത് പ്രോട്ടീന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തെയും ആശ്രയിച്ചായിരിക്കണമേ ഉള്ളൂ എന്നും ഡോക്ടർ പറയുന്നു. ഇനി സമീകൃത ഭക്ഷണത്തിന് രണ്ടാമത്തെ ഘടകമായ മാംസ്യം അഥവാ പ്രോട്ടീനാണ്. പയർ, കടല, പരിപ്പ്, മുതിര, ഉഴുന്ന്, ഇറച്ചി, മത്സ്യം, മുട്ട, തൈര് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായി നമ്മൾ കഴിക്കണം. ഊർജ്ജത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ